പലപ്പോഴും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷന് ഭൂരിഭാഗം കേസുകളിലും പല ബാങ്കുകളും ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കാറില്ല എന്നുള്ളതാണ്. ഇതൊരു CREയിൽ വരുന്നത് കൊണ്ട് തന്നെ ഭൂരിഭാഗം കേസുകളിലും ഇവർക്കൊരു അഡീഷണൽ കൊളാട്രൽ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ മിക്കവാറും കേട്ടുവരുന്ന ഒരു കാര്യമാണ് ബിൽഡേഴ്സിന് ലോൺ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത്? ബിൽഡേഴ്സിന് എന്നുള്ളതല്ല, അതായത് നമ്മൾ ഈ സെഗ്മെൻ്റ് എല്ലാം വരുന്നത് CRE എന്ന് പറയും, കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ് സാധാരണയായി ഈ ലോണുകളെല്ലാം വരുന്നത്. അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ റിസ്ട്രിക്ഷൻസ് കുറച്ച് കൂടുതലാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പെക്കുലേഷൻ ആവാതിരിക്കാൻ കുറച്ചും കൂടി റെഗുലേറ്റഡ് ആക്കാൻ വേണ്ടി അവിടെ കുറച്ച് റെഗുലേഷൻസ് കുറച്ച് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ലോണുകളേക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത് നോർമൽ കേസിൽ നമ്മൾ പ്രോജക്റ്റഡ് ഇൻകത്തിൽ എപ്പോഴും ചെയ്യുമെങ്കിലും എല്ലാ ബാങ്കുകൾക്കും എപ്പോഴും അവരുടെ ഒരു എക്സിസ്റ്റിംഗ് ഒരു ഡിസ്പോസിബിൾ ഇൻകം കൂടി കൺസിഡർ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. പിന്നെ അടുത്തായി പറയാനുള്ളത് CREയിൽ എപ്പോഴും ഒരു അഡീഷണൽ കൊളാട്രൽ സെക്യൂരിറ്റിയായി ഭൂരിഭാഗം ആളുകളും ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാനൊരു വളരെ ജനറിക്കായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ പല സമയങ്ങളിലും കസ്റ്റമേഴ്സിന് ഡിഫിക്കൽട്ടായി തോന്നാറുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ കുറേ എൻക്വയറീസ് വരുന്നതിൽ ഇത് തന്നെയാണ് പ്രശ്നം. കാരണം ഭൂരിഭാഗം കേസുകളിലും നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരുടെ റേഷ്യൂസിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. കൂടുതലായിട്ടും നമുക്ക് വരുന്ന ബിൽഡേഴ്സിന് ഒരു അഡീഷണൽ കൊളാട്രൽ തരാനില്ല എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. അതായത് അവരുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, പണിത് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പ്രോപ്പർട്ടി. ഇത് ബിൽഡേഴ്സിൻ്റെ മാത്രം ഒരു കൺസേൺ അല്ല, ഇൻഡിവിജ്വൽസും കമ്പനീസും നമുക്കിങ്ങനെ വരുന്നുണ്ട്. അവർക്കൊരു ലാൻഡ് ഉണ്ട്, അതിൽ അവരൊരു പ്രൊജക്റ്റ് പണിയുന്നു, ആ പ്രൊജക്റ്റ് റെൻ്റ് ഔട്ട് ചെയ്യാൻ അവർ റെഡിയാണ്. പക്ഷേ നമുക്ക് അഡീഷണൽ കൊളാട്രൽ അവൈലബിൾ അല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക? പലപ്പോഴും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷന് ഭൂരിഭാഗം കേസുകളിലും പല ബാങ്കുകളും ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു CREയിൽ വരുന്നത് കൊണ്ട് തന്നെ ഭൂരിഭാഗം കേസുകളിലും ഇവർക്കൊരു അഡീഷണൽ കൊളാട്രൽ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണം. പക്ഷേ ഇതിലേറ്റവും കൗതുകകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവർ പലരും ഇത് ഒരു പ്യുവർലി കൊമേഴ്ഷ്യൽ പർപ്പസിന് ഇത് പണിത് വാടകയ്ക്ക് കൊടുക്കാൻ ഉള്ള പ്ലാനുകളിലല്ല പല ആളുകളും, സ്വന്തമായി ഉപയോഗിക്കാനും അങ്ങനത്തെ പല ആവശ്യങ്ങൾക്കുമാണ്. അപ്പോൾ നിങ്ങളൊരു ബിൽഡിംഗ് പണിത് സ്വന്തമായൊരു ബിസിനസ് അവിടെ നിങ്ങൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ SMEയിലേക്ക് കൊണ്ടുവന്ന് അതിലേക്ക് ലോണ് നിങ്ങൾക്ക് തരപ്പെടുത്തി എടുക്കാവുന്നതാണ്. അതിന് സെക്കൻഡറി കൊളാട്രൽ പലപ്പോഴും വേണമെന്നില്ല. ആകെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ബിൽഡിങ്ങിൽ തുടങ്ങുന്ന ബിസിനസ്സിൽ നിന്ന് ഇതിൻ്റെ EMI തിരിച്ചടവ് അതിൻ്റെ ഇൻകത്തിൽ നിന്ന് വരാവുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റഡ് ഇൻകം ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും SMEയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കിട്ടാവുന്നതാണ്. ഇത് ബിൽഡേഴ്സിന് അപ്ലിക്കബിൾ ആണോ? സാധാരണയായി ബിൽഡേഴ്സിനാണ് ഈ ഇഷ്യൂ വരുന്നത്. ഒരു ബിൽഡർ ഒരു ഫ്ലാറ്റ് പണിത് വിൽക്കാനാണെങ്കിൽ അത് CREയിലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി പണിത് അത് ലീസ് ഔട്ട് ചെയ്യുകയോ റെൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു CREയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്പനി അവിടെ ഒരു ഹോസ്റ്റലോ ഒരു ഹോട്ടലോ പണിയുകയാണെങ്കിൽ അതിനെ ഒരു ബിസിനസ്സായാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അതൊരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലോ മാത്രമാവണമെന്നില്ല. ഞാനൊരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിത് അവിടെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് MSMEയിലാണ് വരുന്നത്. MSMEയിൽ വരുമ്പോൾ ആ ബിസിനസ്സിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇൻകം വെച്ച് ഇതിൻ്റെ റീപേയ്മെൻറ്റ് സാധ്യമാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ സെക്കൻഡറി കൊളാട്രൽ ഇല്ലാതെ നമുക്ക് ലോണുകൾ സാധ്യമാണ്.